പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ആമേൻ. നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ആഗ്രഹിക്കുന്നത് ദൈവവചനം തുടർച്ചയായി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സംപ്രേഷണം ചെയ്യുന്നത്. ദൈവവചനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പലപ്പോഴും ദൈവവചനത്തിന് കൊടുക്കേണ്ടതായ പ്രാധാന്യവും ദൈവവചനത്തിന് കൊടുക്കേണ്ടതായ സെന്റർ എന്ന് പറഞ്ഞാൽ ആ കേന്ദ്രബിന്ദുവായി വചനം നിൽക്കേണ്ട സ്ഥലത്ത് മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തത് കൊണ്ട് വേണ്ട പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് സ്വഭാവ രൂപീകരണമാകട്ടെ, ദൈവപ്രവൃത്തിയിലുള്ള വിശ്വാസമാകട്ടെ, സാഹചര്യങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ പലപ്പോഴും ആളുകൾ കുറച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ആകുകയും വിശ്വാസ ജീവിതം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിൽ അനേക ജീവിതങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാളുകളിൽ ദൈവവചനത്തെ മനസ്സിലാക്കുക, ദൈവവചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, ദൈവവചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക. ദൈവവചനം അത് വചനമായിട്ട് മാത്രമല്ല, അത് പരിശുദ്ധാത്മാവിനോടും ബഹുനിശ്ചയത്തോടും ശക്തിയോടും കൂടെ പുറപ്പെടുന്നതാണ് ദൈവവചനം. നമുക്ക് അറിയാം, കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ കർത്താവ് 40 ദിവസം ഉപവസിച്ചു മരുഭൂമിയിൽ. എന്നാൽ ആ ഉപവാസം കഴിഞ്ഞപ്പോൾ കർത്താവിന് വിശന്നപ്പോൾ പിശാച് അവന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ പരീക്ഷിച്ചു. 3 കാര്യങ്ങളാൽ, 3 വചനം പറഞ്ഞാ പരീക്ഷിക്കുന്നത്. പക്ഷേ എന്റെ കർത്താവ് പിശാചിനെ പരാജയപ്പെടുത്തിയത് വചനത്താലാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ 12-ാമത്തെ വയസ്സിൽ അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടുള്ള പണ്ഡിതന്മാരോട് സംസാരിക്കത്തക്കവണ്ണം പ്രാവീണ്യമുള്ളവനായിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അവർ പറയുന്ന ആശയങ്ങളോട് സംവാദിക്കാനും കഴിവുള്ളവനായിട്ട് യേശു അവിടെ നിന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലരും പലതരത്തിലുള്ള ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടി മറ്റു പല കാര്യങ്ങളുടെ പുറകെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഇന്ന് കൂട്ടമായി നമ്മൾ തിരിച്ചു വരേണ്ടത് ദൈവവചനത്തിലേക്കാണ്. നമുക്കറിയാം, ആദിമ സഭയുടെ ആ സ്ഥാപന ദിവസം 3000-ഓളം ആളുകൾ കർത്താവിനോട് ചേർന്നു, സഭയോട് ചേർന്നു, അപ്പോസ്തലന്മാരോട് ചേർന്നു. അവര് എങ്ങനെയാണ് അതിലേക്ക് വന്നത്? നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. അവര് പല ഭാഷകളുള്ളവര് അവർ ആ ദേശത്ത് വന്ന് നിന്നപ്പോൾ ആ പല ഭാഷകളിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേട്ടു അവർ ആശ്ചര്യപ്പെട്ടു. ആശ്ചര്യപ്പെടാൻ കാരണം ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ഇവർ പറയുന്നത് കേട്ടിട്ടാണ്. അവര് തുടർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. അതിനുശേഷം അവര് അന്യഭാഷയിൽ അവര് പ്രാർത്ഥിക്കുന്നതും അന്യഭാഷയിൽ സ്തുതിക്കുന്നതും ഒക്കെ കണ്ടിട്ട് മറ്റുള്ളവർ പറഞ്ഞത് മദ്യലഹരി കൊണ്ടാണോ എന്ന് അവര് തെറ്റിദ്ധരിക്കത്തക്കവണ്ണം ആത്മസന്തോഷം അവരിലുണ്ടായിരുന്നു. അവരത് കണ്ടു ആശ്ചര്യപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നത്തതിൽ പത്രോസ് 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ാം വാക്യം മുതൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ പ്രവചന ശബ്ദത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനെ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ ചില നിമിഷങ്ങൾ അവരോട് കൂടി വന്നിരുന്നവരോട് ദൈവവചനം സംസാരിച്ചു. അപ്പൊ നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം, ആ വചനം കേട്ട അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവര് കേട്ടു, അവരുടെ അകത്ത് കുത്തുകൊണ്ടു. വചനം കേട്ടപ്പോൾ, അവർ അന്യഭാഷ കേട്ടപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേട്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. എന്നാൽ ദൈവവചനം പത്രോസിലൂടെ പുറപ്പെട്ടപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ വചനത്തിൽ കാണുന്ന ഇങ്ങനെയാണ്, അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് പത്രോസ് അവർക്ക് മറുപടി പറയുന്നത്. നമുക്ക് അത് 2-ാമത്തെ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 38-ാമത്തെ വാക്യം, 37-38 വാക്യങ്ങളെ വായിക്കാം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പൊ അവര് ഇത് കേട്ടപ്പോൾ, അപ്പൊ അന്ന് ആ ഒരു സഭ എന്ന് പറയുന്ന സ്ഥാപനം അവർ ഒരുമിച്ച് ഒരു കൂട്ടത്തെ കർത്താവിലേക്ക് തിരിക്കുന്ന ആ ഒരു നിമിഷം, ആ ഒരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ
അവിടെ വളരെ പ്രാധാന്യത്തോടെ പ്രസ്താവിക്കപ്പെട്ടത് ദൈവവചനത്തെയാണ് അവർ പറഞ്ഞത്. ദൈവവചനം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനം ഓരോരുത്തരുടെ ഉള്ളിലും ഉറപ്പിക്കപ്പെടാതെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വിജയകരമായ ജീവിതം അസാധ്യം. പലതരത്തിലെ വെല്ലുവിളികൾ ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് സാഹചര്യം മാറിയിരിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു യുഗം അവസാനിച്ചു, മറ്റൊരു യുഗം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ കാര്യങ്ങളിലേക്കും വ്യവസ്ഥിതികൾക്കും മാറ്റം വന്നിരിക്കുക, മനുഷ്യ ബന്ധങ്ങളിൽ മാറ്റം വന്നിരിക്കുക, സമ്പദ്ഘടനയിൽ മാറ്റം വന്നിരിക്കുകയാണ്, അധികാര വ്യവസ്ഥിതിയിൽ മാറ്റം വന്നിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തത കാണാൻ പറ്റും. ഒരു യുഗം മാറി അടുത്തൊരു യുഗം ആരംഭിച്ചതിന് സമാനമായ നിലയിൽ ഒരു വലിയ വ്യത്യാസമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എടുക്കേണ്ടതായ സ്റ്റെപ്പ്, നമ്മൾ എടുക്കേണ്ടതായ ചുവടുകൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുക. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുക. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം, പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകണം, പെട്ടെന്ന് അത്ഭുതം നടക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം, പെട്ടെന്ന് അത് വേഗത്തിൽ കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാനായിട്ട് മനുഷ്യർ ഓടി നടക്കുക. അതിനുള്ള സാഹചര്യങ്ങളെ കണ്ടെത്തി അതിന് പുറകെ മനുഷ്യർ ഓടി നടക്കുക. എന്നാൽ ഞാനൊരു കാര്യം പറയാം, വേഗന്നും എന്നാൽ നിലനിൽക്കുന്നതുമായ ദൈവപ്രവർത്തിക്ക് ദൈവവചനമല്ലാതെ വേറൊരു അടിസ്ഥാനമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ വചനത്തിലേക്ക് തിരിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. എന്നാൽ വചനം വെളിപ്പെടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും, എല്ലാ അടയാളങ്ങളും നടക്കും. വചനത്താൽ നമ്മള് ഒരു വ്യക്തി കൈവയ്ക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകും. നിശ്ചയമായിട്ടും വചനത്തിൽ അതിന് വ്യവസ്ഥയുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു, രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. എന്നാൽ അതിനപ്പുറമാണ് അവൻ വചനമയച്ച് സൗഖ്യമാക്കും. വചനം എഴുതിയിരിക്കുന്ന പോലെ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ. അതേ പ്രിയപ്പെട്ടവർ, ഇന്ന് ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുക്കൽ ഒരു വ്യക്തിക്ക് വന്ന് നിങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാനോ ഒക്കെ ഒരുപക്ഷെ സാഹചര്യമില്ലായിരിക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കോ ഒരു മീറ്റിങ്ങിനോ പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ഒരു പരിമിതികളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു പരിമിതികളെയും ഹല്ലേലൂയ ആമേൻ 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 വകവയ്ക്കാതെ ആ പരിമിതികൾക്ക് അതീതമായി ഇടപെടുന്ന ഒന്നാണ് ദൈവവചനം. അത് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന വീട്ടിനകത്ത് വന്ന് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ വചനത്തിന് കഴിയും. നിങ്ങളുടെ ശരീരത്തിലുള്ള എത്ര വലിയ മാരക രോഗമാകട്ടെ, ആ രോഗത്തെയും അത് അവിടെ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ സംശയിച്ചു പോകത്തക്കവണ്ണം അതുപോലെ നിങ്ങളുടെ ആമേൻ രോഗസൗഖ്യം നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ കർത്താവിന് പറ്റും. അതായത് റിപ്പയർ ചെയ്യുന്നവനല്ല, കേടുപോക്കുന്നവനല്ല, പുതിയതിനെ സൃഷ്ടിക്കുന്നവനല്ല. ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും സാധ്യമാണ്. ദൈവവചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുക, വചനത്തിലേക്ക് നിങ്ങൾ തിരിയുക. വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ശക്തിയുള്ളത്, നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ ശക്തിയുള്ളത്. വചനത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വചനം നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിയിരിക്കും. വചനം നിങ്ങളിൽ വലിയ പ്രവൃത്തി ചെയ്യും. അതെ, ഹലോ. അതുകൊണ്ട് വചനത്തിലേക്ക് തിരിയാം. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പറയുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ വചനത്തെ കുറിച്ച് പറഞ്ഞു. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവവചനം വളരെയേറെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുക. നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു അത്ഭുതം നടന്നു. ആ അത്ഭുതം നമ്മളെ കർത്താവിലേക്ക് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം നടന്നില്ല, അതുകൊണ്ട് ദൈവത്തിന്റെ ദൈവികതയെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലായി മാറരുത്. നമ്മളിൽ ഉണ്ടാകേണ്ട ഉറപ്പ്, ഈ ഒരു സാഹചര്യത്തിലും എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചതെങ്കിൽ ഇത് എൻ്റെ കാഴ്ചയ്ക്ക് ഒരു പ്രയാസം പോലെ നിൽക്കുക, ഞാൻ എൻ്റെ നോട്ടത്തിൽ ഇത് എൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളി പോലെ നിൽക്കുക. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്നെ വിളിച്ച ദൈവം അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ, അവൻ വാക്ക് മാറാത്തവനാ. അവൻ എൻ്റെ അവസ്ഥയെ മാറ്റും. അതെ, എന്നിൽ ഒരു ചെറിയ പ്രവൃത്തി അല്ല അവൻ ചെയ്യുന്നത്, അസാധാരണ പ്രവൃത്തി ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ ഒരു ഉറപ്പ് നമ്മൾ ദൈവവചനത്തിൽ ഉറയ്ക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരാൻ സാധിക്കും. വചനം നമ്മുടെ അകത്ത്
മാറ്റങ്ങളെ വരുത്താൻ സാധ്യമാണ്. വചനത്തിന് സാധ്യം. നമുക്കറിയാം എത്രയോ വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കുന്ന രൂപാന്തരം. പലരുടെയും ജീവിതത്തിനകത്ത് ജീവിതം തകർന്നവർ, ആത്മഹത്യയുടെ വക്കത്തെത്തി നിന്നവർ, കുടുംബജീവിതം തകർന്നവർ, വിദ്യാഭ്യാസം തകർന്നവർ, മാനസികമായി തകർന്നവർ, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് എല്ലാ വാതിലും അടഞ്ഞു എന്ന നിലയിൽ തകർന്നിരുന്ന എത്രയോ പേരുടെ ജീവിതത്തെ വചനം പണിതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ കാണുന്ന വെല്ലുവിളികൾ നിങ്ങളുടെ അകത്ത് നിങ്ങളെ തളർത്തരുത്. ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം വേരുറയ്ക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ശക്തിയോടെ നിൽക്കാൻ സാധിക്കും. അന്ന് ആദിമസഭയിൽ ആ 3000 പേര് കർത്താവിലേക്ക് വന്ന് വചനത്താകാം, വചനത്തിന്റെ ശക്തിയാണ്. എന്നാൽ പിന്നത്തെ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, അവര് കൂടി വരികയും അവർ വചനം പഠിച്ചു. വചനം അവർ കൂടി വരുമ്പോഴെല്ലാം അവർ വചനത്തിലാണ് ഉറച്ചുകൊണ്ടിരുന്നത്. ഒരു വചനത്തെ അവർ ഒരുമിച്ച് ദൈവവചനത്തിൽ ഉറച്ചുകൊണ്ടിരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ആമേൻ, അവര് ദൈവവചനത്താൽ ഉപദേശം, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അവർ പറഞ്ഞൊരു കാര്യമാണ്, യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പൊ അവിടെ അവർ വചനം പറയുകയും പരിശുദ്ധാത്മാവ് അവിടെ വചനത്തെ ഉറപ്പിച്ചു. വചനം പരന്നു എന്നാ പറഞ്ഞത്. ദ വേർഡ് ഓഫ് ഗോഡ് പ്രിവെയിൽഡ്. അവിടെ വചനം കാര്യങ്ങളുടെ മേൽ വാഴാൻ തുടങ്ങി. അപ്പം വചനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ഈ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അതിനോട് ചേർന്ന് പറഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. മർക്കോസിന്റെ സുവിശേഷത്തില് അതിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളെ ഒന്ന് വായിച്ചിട്ട് ഞാൻ അതിന്റെ 20-ാമത്തെ വാക്യം കൂടെ വായിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, ഭൂതഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഇത് കർത്താവ് പുനരുത്ഥാനം ചെയ്ത് കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞ കാര്യം. രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. വിശ്വസിക്കുന്നവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് അവിടെ പറയും. എന്നാൽ 19-ഉം 20-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലതുഭാഗത്തിലും. അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഇരുന്നു. ആ സ്വർഗത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായ യേശുവിനെ കുറിച്ച് പിന്നെ 20-ാം വാക്യത്തിൽ കാണുന്ന ഇങ്ങനെ, അവർ പുറപ്പെട്ട്, ആരാണ്? ഈ ശിഷ്യന്മാർ പുറപ്പെട്ട്, അപ്പോസ്തലന്മാർ പുറപ്പെട്ട് അവരോട് പറഞ്ഞൊരു വാക്കിതാണ് 15-ാം വാക്യത്തിൽ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ കുറിച്ച്, പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവിനെ കുറിച്ച്, മാനവജാതിയുടെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും ചുമന്നൊഴിച്ച കർത്താവിന്റെ സുവിശേഷം വിശ്വസിക്കുന്ന ഏവനും പ്രാപിക്കാൻ കഴിയുന്ന രക്ഷ, വിശ്വസിക്കുന്ന ഏവനും പ്രാപിക്കാൻ കഴിയുന്ന സമൃദ്ധി, സന്തോഷം, വിടുതൽ, സ്വാതന്ത്ര്യം, അതിനെ പ്രസംഗിക്കുക. അതാണ് കർത്താവ് അവരോട് പറഞ്ഞത്. അവരോട് പറഞ്ഞപ്പോ അവർ ചെയ്ത കാര്യം 15-ാമത്തെ വാക്യത്തിൽ ഇത് പറയുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? സുവിശേഷം പ്രസംഗിച്ചു. പ്രൈസ് ഗോഡ്. സുവിശേഷം പ്രസംഗിച്ചു. ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ പ്രസംഗിച്ചു. ക്രിസ്തുവിലൂടെ നടന്ന പാപമോചനത്തെ പ്രസംഗിച്ചു. യേശുവിന്റെ മരണവും പുനരുത്ഥാനവും മാനവജാതിക്ക് കൊണ്ടുവന്ന പ്രത്യാശയുടെ സന്ദേശം അവർ പ്രസംഗിച്ചു. പിന്നത്തതിൽ കാണുന്ന ഒരു കാര്യമില്ല, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും. അതെ, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, യേശു സ്വർഗത്തിലിരുന്നവനായ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ആരോടുകൂടിയാ പ്രവർത്തിച്ചത്?
ആരോടുകൂടിയാ പ്രവർത്തിച്ചത്? അത് വളരെ പ്രസക്തമാണ്. അവൻ പ്രവർത്തിച്ചത് ആരോട് കൂടെയാണെന്നറിയാമോ? സുവിശേഷം പ്രസംഗിച്ചവരോട് കൂടെ. അതെ, അവര് ചെന്ന് അവർ പോയിടത്തെല്ലാം, അതങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ, അവരെല്ലായിടത്തും പ്രസംഗിച്ചു. അവർക്ക് കൊടുത്ത നിർദ്ദേശം ഇതാണ്: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പൊ അവര് ചെന്നിട്ട് സകലരോടും സുവിശേഷം പറഞ്ഞു. സകലരോടും, ആരെയും വിട്ടില്ല, എല്ലായിടത്തും പ്രസംഗിച്ചു. അപ്പൊ കർത്താവ് അവരോട് കൂടി ഇരുന്ന് പ്രവർത്തിച്ചു. ആരുടെ കൂടെയാ? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് അവന്റെ വചനത്തിന് അകമ്പടി നിൽക്കുന്നവനാണ്, കൂടെ നിൽക്കുന്നവൻ. അതുകൊണ്ട് വചനം, ദൈവവചനം, അതിന്റെ അറിവും പ്രസക്തിയും പ്രഖ്യാപനവും വളരെ പ്രധാനപ്പെട്ടത്. കർത്താവ് യേശു തന്റെ ശുശ്രൂഷയെക്കുറിച്ച്, തന്നെക്കുറിച്ച് തന്നെ കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ. ലൂക്കോസിന്റെ സുവിശേഷത്തില് 4-ാം അധ്യായത്തിൽ അതിന്റെ 17, 18, 19 വാക്യങ്ങൾ. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന് പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശുവിനെ പിതാവായി ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ഈ ഉദ്ദേശത്തോടു കൂടി വ്യക്തമായിട്ട് പറയുന്നത്. ഹല്ലേലൂയ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തു. അറിയിപ്പാൻ, ബദ്ധന്മാർക്ക് വിടുതലും, വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും. അപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന്റെ പ്രധാന ഉദ്ദേശം preach the freedom. അപ്പൊ കർത്താവ് വന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ തന്നെയാണ്. നിശ്ചയമായിട്ടും അതെ, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളം ചെയ്തു, അതെ, അവൻ ക്രൂശിൽ മരിച്ചു, പുനരുത്ഥാനം ചെയ്തു. പക്ഷെ തന്നെ പരസ്യ ശുശ്രൂഷ കാലത്ത് തന്നെ ഏൽപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് കർത്താവ് കാണുന്നത് അവൻ പ്രസംഗിച്ചു, വിടുതൽ പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. ആമേൻ. അവിടെ പ്രസാദവർഷം പ്രസംഗിച്ചു. അപ്പോ അവിടെ നടന്ന യേശുവിന്റെ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷ കാലത്ത് നടന്ന സകല അത്ഭുതങ്ങളും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ? അവൻ പ്രസംഗിച്ച വചനത്തെ ബേസ് ചെയ്തോണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. ദൈവവചനത്തിന്റെ കൂടിരിക്കാൻ, വചനം കേൾക്കാൻ, വചനം വായിക്കാൻ, ദൈവവചനത്തിന്റെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ഇല്ലെങ്കിൽ ഒരു ഉപദേശത്തിനകത്തോ ഒരു പാരമ്പര്യത്തിനകത്തോ ഒരു പുസ്തകത്തിനകത്തോ ഒരു തത്വസംഹിതകൾക്കകത്തോ ഒരു വ്യക്തിയുടെ അകത്തോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഭിഷിക്തനായിരിക്കാം, ആ ഒരു ഫ്രെയിമിനകത്ത് ഒതുങ്ങി നിൽക്കരുത്. ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന് ആഴം വർദ്ധിക്കട്ടെ. അതിന് പ്രധാനപ്പെട്ട മാർഗം ദൈവവചനത്തെ നിങ്ങളുടെ സ്വന്തമാക്കുക, വചനം വായിക്കുക, വചനത്തിന് കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, വചനം പഠിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് ഹല്ലേലൂയ തുടക്കം കുറിക്കുന്ന നാളുകളായിട്ട് ഇത് മാറുക. ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നെ ഉദ്ദേശം, പ്രധാനപ്പെട്ട ഉദ്ദേശം വചനം പഠിപ്പിക്കാം. വചനം നിങ്ങളുടെ ഉള്ളില് വേരുറയ്ക്കുമ്പോൾ അത്ഭുതങ്ങൾ സാധാരണമായിട്ട് നടക്കും. നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ നടക്കും, നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന ഓഫീസിൽ നടക്കും. കാരണം വചനത്തിന് അത്രത്തോളം ശക്തിയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 നിന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ദൈവവചനത്തിന് ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം തന്നെ ശക്തി ദൈവവചനത്തിനുണ്ട്. പ്രൈസ് ഗോഡ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണരുത്. ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെ ചെറുതായിട്ട് കാണരുത്. ആരാധനകൾക്കും പാട്ടുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും പ്രസക്തി കൊടുക്കുന്നത് വളരെ ആവശ്യമാണ്, നല്ലതാണ്. പക്ഷെ അതിന് ഒരു പടി കൂടെ മുകളിൽ ദൈവവചനത്തെ നിങ്ങൾ കാണും. പ്രൈസ് ഗോഡ്. കർത്താവ് വചനം പ്രസംഗിച്ചു. കർത്താവ് പറഞ്ഞ എന്നെ പ്രസംഗിക്കാനായിട്ട് അയച്ചിരിക്കുന്നു, വചനം പറയാനായിട്ട്. അങ്ങനെ ഒരാളുടെ ജീവിതത്തിനകത്ത് വചനത്താൽ അവന്റെ അകത്തെ മനസ്സ്, അകത്തെ വ്യക്തി ബലപ്പെട്ട് കഴിഞ്ഞാൽ, വചനത്താൽ അടിസ്ഥാനമുള്ളവനായി മാറിക്കഴിഞ്ഞാൽ വീഴത്തില്ല, തകർന്നു പോകത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം കൊണ്ടുവരും, എനിക്ക് നിശ്ചയമാണ്. കാരണം ഇവിടെ വചനം പഠിപ്പിക്കാനായിട്ട് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞൊരു കാര്യമാണ്, പിതാവ് എന്നെ അയച്ചു പോലെ ഞാൻ നിങ്ങളെ അയക്കുക. അവർ പുറപ്പെട്ടു പോയി എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു. ദൈവവചനത്തെ നമ്മൾ ഇങ്ങനെ കാണുന്നത്, വചനം വിശ്വാസത്തിന് അടിസ്ഥാനം വചനം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെ. കർത്താവ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ സുവിശേഷത്തിന്റെ വളരെ ആഴമായ കാര്യങ്ങളെ കർത്താവ് പ്രഖ്യാപിച്ചു. അതിനുശേഷം കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാണ്. വൻമഴ ചൊരിഞ്ഞു, വെള്ളം പൊങ്ങി, കാറ്റലച്ചു, ആ വീടിന്റെ മേൽ അടിച്ചു, പക്ഷെ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകൊണ്ട് വീണില്ല. എപ്പോഴാണ് ഈ അടിസ്ഥാനം ഉറയ്ക്കുന്നത്? ദൈവവചനത്താല. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ദൈവവചനത്താൽ പണിയപ്പെടുന്ന ഒരു മനോഭാവം നമ്മളിലുണ്ടാവും. തളർന്നു പോകരുത്, വീണു പോകരുത്. ദൈവവചനത്താൽ ആമേൻ നമ്മുടെ കുടുംബങ്ങളെ വളർത്താം. വചനധ്യാനത്തിന് നമ്മൾ ഒരുമിച്ചിരുന്ന കുടുംബമായി വചനം പഠിക്കുന്നതിന് സമയം കണ്ടെത്തണം. ഭവനത്തിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ വചനം ചിന്തിക്കുന്നത് ഒരു പ്രധാന ഒരു കാര്യമായി മാറും. റോമാലേഖനം 10-ാം 17-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നത്. അപ്പൊ നമ്മളിൽ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ കേൾവി അല്ലാതെ വേറൊരു മാർഗമില്ല. നമ്മള് ചുറ്റുപാടുകളിൽ കേൾക്കുന്ന വചനമെല്ലാം നമ്മൾ ഉള്ള വിശ്വാസത്തെ ഘനീഭവിച്ച് കളയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാനായിട്ട് ദൈവവചനത്തിന്റെ പഠനമെന്നല്ല, വെളിപ്പാട് പ്രാപിക്കേണ്ടത് ആവശ്യം. വെളിപ്പാട്, അതെ, ഹല്ലേലൂയ. ദിവസങ്ങളിൽ അതിന് നിങ്ങൾ കർത്താവിന്റെ കൂടിരിക്കാൻ, ദൈവവചനം പഠിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം. വചനം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രൊവിഷനും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് സകലതും വചനത്തിലുണ്ട്. മനുഷ്യരെല്ലാം പറയുന്നത് നമ്മള് ജീവിക്കാൻ വേണ്ടിയാ ജോലി ചെയ്യുന്നത്, അല്ലേ? നമ്മളെല്ലാവരും മനുഷ്യർ പറയുന്നൊരു ഭാഷയാണല്ലോ, എന്താ, വയറ് നിറയ്ക്കാനായിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മള് ജോലി ചെയ്യുന്നതിനെ ജീവിക്കാനായിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. അപ്പൊ വചനത്തിന് നമ്മളെ ജീവിപ്പിക്കുന്ന ശക്തിയുണ്ട്. ജീവിപ്പിക്കുന്ന ശക്തി ദൈവവചനത്തിന്. അതുകൊണ്ട് നിങ്ങളെ വചനത്തെ അതിന്റെ പ്രാധാന്യത്തോടെ തന്നെ കാണണം. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റം വചനത്തിന് കഴിയും. ഇന്നും നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ അസാധാരണമായ പ്രവൃത്തികളെ ചെയ്യാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. അവിടെ നിങ്ങൾ തളർന്നു പോകും. ഏത് പ്രതിസന്ധികളുടെ നടുവിലും വചനം നിങ്ങളുടെ ചുറ്റും കോട്ട പോലെ നിൽക്കും. നിങ്ങൾ വീണു പോകത്തില്ല. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ദൈവവചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാനായിട്ട്
പരിശുദ്ധാത്മാവെ ഇടയാക്കണം. കർത്താവെ വചനത്തിലേക്ക് മടങ്ങി വരാൻ, കർത്താവ് കൂട്ടായ്മകളെ, സഭകളെ, ദൈവജനത്തെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവവചനത്തിന്റെ വെളിപ്പാടിലേക്ക് വരാനായിട്ട് കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഓരോ കുടുംബങ്ങളെ, വ്യക്തികൾ ഒരുക്കണം. നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അതാ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്തെടുത്തിരിക്കുന്നതിനായിട്ട് നന്ദി. കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ജയാളികളായിട്ട് അവർ തീരട്ടെ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾ തുടർച്ചയായിട്ട് കാണണം. എല്ലാ ദിവസവും ഇതേ സമയത്ത് ഈ പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും അത് അനുഗ്രഹമെത്തി. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ദൈവവചന പഠനമുണ്ട്. അത് തികച്ചും സൗജന്യമാണ്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതിന് തുടർന്ന് വരുന്ന ഫോൺ നമ്പറിൽ നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ഇതിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ്. വളരെ സൗജന്യമാണ്. എല്ലാ ദിവസവും ദൈവവചനത്തെ പഠിക്കാനുള്ള സന്ദർഭം നിങ്ങൾക്ക് ആ കാര്യത്തിലൂടെ സാധ്യമാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ രാജ്യത്തിലൂടെ നിങ്ങൾ പ്രയോജനപ്പെടാനായിട്ട് ആമേൻ ഈ വചന പഠനം നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെയും ആമേൻ നിങ്ങളുടെ പങ്കാളിത്തത്തിലൂടെയും ആമേൻ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ കൂടുതൽ പ്രയോജനകരമായി തീരാനായിട്ട് നിങ്ങളുടെ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് അനേകർക്കൊരടയാളമായിട്ട് നിങ്ങളെ നിർത്തട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹമാണ് ഞങ്ങൾ പറയുന്നത്, ദൈവവചനത്തിൻ്റെ വെളിപ്പാടിലേക്ക്, ദൈവവചനത്തിൻ്റെ അറിവിലല്ല, വെളിപ്പാടിലേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കും, ഒരു സംശയമില്ല അതിന്. അതുകൊണ്ട് നിങ്ങൾ ആ വചനത്തിൻ്റെ വെളിപ്പാടിലേക്ക് മടങ്ങി വരാനായിട്ട് സഭയായി, കൂട്ടമായി നമുക്ക് പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ ഒരുമിച്ച് കാണാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.